ഹലോ, ആദ്യമായിട്ട് ക്രിട്ടിക്കൽ ഫീൽഡ് HC എന്താണെന്ന് നോക്കാം. ഒരു സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിൽ നിന്ന് നോർമൽ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച മെത്തേഡ് എന്തെന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിലേക്ക് ടെമ്പറേച്ചർ റൈസ് ചെയ്യുക. We know below the critical temperature TC the material is superconductor and above the TC the material is normal conductor. അപ്പോൾ സൂപ്പർ കണ്ടക്ടർ അല്ലാതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സൂപ്പർ കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ചൂടാക്കിയാൽ മതി എബോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഇതല്ലാതെ വേറെ വല്ല വഴിയുമുണ്ടോ? ആ മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡാണ്. വേറൊരു മെത്തേഡ് കൂടിയുണ്ട്. സൂപ്പർ കണ്ടക്റ്റിംഗ് ക്യാരക്ടർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കുക എന്നല്ലാതെ, അതായത് മെറ്റീരിയലിനെ ബിലോ TCയിൽ തന്നെ വെക്കുന്നു, ടെമ്പറേച്ചർ കൂട്ടാതെ അതിൻ്റെ സൂപ്പർ കണ്ടക്റ്റിംഗ് നേച്ചർ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യാൻ പോവുകയാണ്. അതിനുള്ള മെത്തേഡാണ് അപ്ലൈയിങ് സഫിഷ്യൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു സൂട്ടബിൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൂപ്പർ കണ്ടക്റ്റിംഗ് നേച്ചർ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഒരു സംശയം വരും, സൂപ്പർ കണ്ടക്ടേഴ്സിനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അതിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യില്ല. എന്തായാലും അതെന്ത് സംഭവിക്കും? ഡയാമാഗ്നറ്റിക് ആയിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യും. പിന്നെ എങ്ങനെയാണ് സൂപ്പർ കണ്ടക്ടറിനെ നോർമൽ കണ്ടക്ടർ ആക്കുക? സൂപ്പർ കണ്ടക്ടർ നോർമൽ കണ്ടക്ടർ ആകുമ്പോൾ തീർച്ചയായിട്ടും ഫീൽഡ് ലൈൻസ് അതിൻ്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്യണം. പക്ഷേ സൂപ്പർ കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ മെയ്സ്നർ ഇഫക്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഫീൽഡ് ലൈൻസ് ഉള്ളിലേക്ക് ഒരിക്കലും എൻ്റർ ചെയ്യില്ല. പിന്നെ എങ്ങനെയാണ് അതിന് ഒരു സൂട്ടബിൾ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സൂപ്പർ കണ്ടക്റ്റിംഗ് നേച്ചർ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് നോക്കാം. Suppose this is a superconductor which is placed in a magnetic field of 0.1 Tesla. Since this is superconductor, here the temperature is below its critical temperature TC. The 0.1 Tesla magnetic field, in 0.1 Tesla magnetic field, the field lines are entering out of the superconductor. സൂപ്പർകണ്ടക്ടറിൻ്റെ ഉള്ളിലോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എൻ്റർ ചെയ്യുന്നില്ല. സപ്പോസ് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ 0.1 ടെസ്ലയിൽ നിന്ന് 0.3 ടെസ്ലയായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഗ്രാജുവലായിട്ട് ഇൻക്രീസ് 0.1, 0.11, 0.2, 0.22 അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് 0.3 ടെസ്ലയിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്? ഒരു എക്സാമ്പിളാണ്. 0.3 ടെസ്ലയിലേക്ക് എത്തുന്ന സമയത്ത് പെട്ടെന്ന് സഡനായിട്ട് ഫീൽഡ് ലൈൻസ് അതിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യും. ഓൾ ഫീൽഡ് ലൈൻസ് ആർ എൻ്ററിങ് ഇൻ ടു ദി സൂപ്പർ കണ്ടക്ടർ. വെൻ ദി ഫീൽഡ് ലൈൻസ് ആർ എൻ്റർ ഇൻ ടു ദി മെറ്റീരിയൽ, ദെൻ ദാറ്റ് മെറ്റീരിയൽ നോ ലോങ്ങർ ബി എ സൂപ്പർ കണ്ടക്ടർ. ഇതൊരു സൂപ്പർ കണ്ടക്ടർ അല്ല, ഇതൊരു സൂപ്പർ കണ്ടക്ടർ അല്ല, ഇതൊരു നോർമൽ കണ്ടക്ടറാണ്. നമ്മൾ ഈ സൂപ്പർ കണ്ടക്ടറിനെ നോർമൽ കണ്ടക്ടറാക്കി മാറ്റി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ചൂടാക്കിയിട്ടില്ല. ടെമ്പറേച്ചർ ഇപ്പോഴും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ തന്നെയാണ്. എന്താ ചെയ്തത്? മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ പ്രത്യേക മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എത്തുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് 0.3 ടെസ്ല, ഇവിടെ 0.3 ടെസ്ലയാണ്. 0.3 ടെസ്ലയ്ക്ക് താഴെ അത് സൂപ്പർ കണ്ടക്ടറാണ്. 0.3 ടെസ്ലയിലേക്ക് എത്തുമ്പോഴാണ് സഡനായിട്ട് ഫീൽഡ് ലൈൻസ് അതിൻ്റെ ഉള്ളിലോട്ട് പെനട്രേറ്റ് ചെയ്തത്. സൂപ്പർ കണ്ടക്റ്റിംഗ് നേച്ചർ ഡിസ്ട്രോയ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആ മിനിമം വാല്യൂ, അതിന് പറഞ്ഞ പേരാണ് ക്രിട്ടിക്കൽ ഫീൽഡ് HC. ഹിയർ ദി HC ഈസ് 0.3 ടെസ്ല. ഏതൊരു സൂപ്പർ കണ്ടക്ടറിനും അതിൻ്റേതായിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ ഫീൽഡ് ഉണ്ടാകും. ആ ക്രിട്ടിക്കൽ ഫീൽഡിന് താഴെ ടെമ്പറേച്ചർ TCക്ക് താഴെയാണെങ്കിൽ, ശരിക്കും നോക്കണം, ടെമ്പറേച്ചർ അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെയാവണം. ക്രിട്ടിക്കൽ ഫീൽഡിന് താഴെയുള്ള മാഗ്നറ്റിക് ഫീൽഡിലായിരിക്കണം അതുണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സൂപ്പർ കണ്ടക്ടറാണ്. അപ്പോൾ TCയിൽ മാറ്റം വരുത്താതെ അതിനെ നോർമൽ കണ്ടക്ടർ ആക്കണമെങ്കിൽ HCൻ്റെ മുകളിലോട്ട് ഫീൽഡിനെ കൂട്ടിയാൽ മതി. ഓക്കെ. അല്ലെങ്കിൽ ഫീൽഡ് മാറ്റാതെ സൂപ്പർ കണ്ടക്ടറിന് നോർമൽ കണ്ടക്ടർ ആക്കണമെങ്കിൽ ടെമ്പറേച്ചർ TCക്ക് മുകളിലോട്ട് ഇൻക്രീസ് ചെയ്താൽ മതി. So there are two methods for converting a superconductor into normal conductor.
ഇനി അറിയേണ്ടത് ഒരു സൂപ്പർ കണ്ടക്ടറിൻ്റെ ക്രിട്ടിക്കൽ ഫീൽഡ് കോൺസ്റ്റൻ്റ് അല്ല, വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ മാറുമ്പോൾ അതിൻ്റെ ക്രിട്ടിക്കൽ ഫീൽഡ് മാറും. നൗ ഒരു സൂപ്പർ കണ്ടക്ടറിൻ്റെ ക്രിട്ടിക്കൽ ഫീൽഡ് അതൊരു കോൺസ്റ്റൻ്റ് അല്ല, വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ, വിച്ച് വേരി വിത്ത് ടെമ്പറേച്ചർ. Suppose this is a material which is in superconducting state. That means this material is now below its critical temperature. That means suppose its critical temperature is 4 Kelvin. Now this material is below 4 Kelvin. Say its temperature. Now the temperature of this material is 3 Kelvin. Okay. Then when a field of 0.1 Tesla is applied, the field lines are enter into this specimen. That means critical field for this material at T is equal to 3 Kelvin is 0.1 Tesla. 3 Kelvin is 0.1 Tesla. Okay. Then ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് നോർമൽ കണ്ടക്ടറാണ്. ഓക്കെ. സി നമ്മൾ മെറ്റീരിയലിനെ ചൂടാക്കിയിട്ടില്ല, തണുപ്പിച്ചതാണ്. ടി സിക്ക് താഴെയാണുള്ളത്. പക്ഷേ ഫീൽഡ് HC=0.1 ടെസ്ല അപ്ലൈ ചെയ്തപ്പോൾ ഫീൽഡ് ലൈൻസ് പെനട്രേറ്റ് ചെയ്തു. മീനിങ് അതൊരു സൂപ്പർ കണ്ടക്ടർ അല്ല. നൗ HC 0.1 ടെസ്ലയിൽ തന്നെ വെക്കുന്നു. ടെമ്പറേച്ചർ ഞാൻ T=3 കെൽവിനിൽ നിന്ന് 2 കെൽവിൻ ആക്കിയിട്ട് മാറ്റുന്നു. ഉടനെ ഫീൽഡ് ലൈൻസ് ഇതിൻ്റെ പുറത്തോട്ട് വരും. ദാറ്റ് മീൻസ് മെയ്സ്നർ എഫക്റ്റ് സംഭവിക്കുന്നു. മീനിങ് എന്താ? ഫീൽഡ് HC മാറ്റിയിട്ടില്ല. 0.1 ടെസ്ല എന്നുള്ള ഫീൽഡ് മാറ്റാതെ വീണ്ടും തണുപ്പിക്കുമ്പോൾ വീണ്ടും അത് സൂപ്പർ കണ്ടക്ടറായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ 3 കെൽവിനിൽ 0.1 ടെസ്ല അപ്ലൈ ചെയ്താൽ ഫീൽഡ് ലൈൻസ് ഉള്ളിലോട്ട് പെനട്രേറ്റ് ചെയ്യും. അതേ 0.1 ടെസ്ല 2 കെൽവിനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫീൽഡ് ലൈൻസ് പെനട്രേറ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് 2 കെൽവിനിൽ ഇതിൻ്റെ സൂപ്പർ കണ്ടക്ടിങ് നേച്ചർ ഡിസ്ട്രോയ് ചെയ്യാൻ 0.1 ടെസ്ല ഫീൽഡ് പോരാ. ഞാനിതിനെ 2 കെൽവിനിൽ തന്നെ വെച്ചിട്ട് ഫീൽഡ് കൂട്ടിയിട്ട് 0.1 ടെസ്റ്റിലേക്ക് പകരം 0.2 ടെസ്റ്റിൽ അപ്ലൈ ചെയ്തപ്പോൾ ഫീൽഡ് ലൈൻസ് വീണ്ടും അതിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്തു. ദാറ്റ് മീൻസ് അറ്റ് T=2 Kelvin, HC=0.2 Tesla. So from this, it is clear that the critical field depends on temperature. ഒരു കാര്യം കൂടി ക്ലിയർ ആവുന്നുണ്ട്. ടെമ്പറേച്ചർ കുറയുന്തോറും ക്രിട്ടിക്കൽ ഫീൽഡ് കൂടിക്കൊണ്ട് വരും. അങ്ങനെയാണെങ്കിൽ ഈ ക്രിട്ടിക്കൽ ഫീൽഡും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് വേണം. ആ റിലേഷനാണ് HC equal to, see this equation, HC is equal to HC of 0 into 1 minus T square by TC square. This equation gives the variation of critical field with the temperature, where HC of 0 is the critical field at 0 Kelvin. നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ കുറയുന്തോറും ക്രിട്ടിക്കൽ ഫീൽഡ് കൂടിക്കൊണ്ട് വരും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് 0 Kelvin. So at 0 Kelvin, the critical field has its maximum value. Then see this equation. What happened when T is equal to TC? This equation become HC equal to 0. That means critical field എന്ന് പറയുന്നത്, അതായത് മെറ്റീരിയൽ ഉള്ളത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലാണ് എങ്കിൽ അവിടെ ക്രിട്ടിക്കൽ ഫീൽഡ് 0 ആണ്. ഇനി ക്രിട്ടിക്കൽ ഫീൽഡിൻ്റെ മാക്സിമം വാല്യൂ അത് 0 കെൽവിനിലാണ്. സോ the variation of critical field with the temperature is given by this graph. Here taking temperature along x-axis and field along y-axis. From this equation it is clear that at temperature T is equal to TC, critical field is 0. When temperature decreases, HC increases. And increases and is attain its maximum value at T is equal to 0 Kelvin. So this is the variation of a critical field with the temperature. Okay.
So the two methods to destroy the superconducting nature of a superconductor are: one, applying sufficiently a high field, that means applying field above Hc, and second one, increasing the temperature above Tc. ഇതിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ കണ്ടക്റ്റിംഗ് നേച്ചർ ഡിസ്ട്രോയ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് എക്സ്റ്റേണൽ ഫീൽഡ് തന്നെയാവണമെന്നില്ല. സാധാരണ എന്തിനാണ് സൂപ്പർ കണ്ടക്ടർ ഉപയോഗിക്കുന്നത്? റെസിസ്റ്റൻസ് ഇല്ലാതെ പരമാവധി കറണ്ട് കടത്തിവിടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്, ഏതൊരു കണ്ടക്ടറിലേക്ക് കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. which is the idea is given by Hans Christian Ørsted. അങ്ങനെയാണെങ്കിൽ സൂപ്പർ കണ്ടക്ടറിൽ കൂടിയിട്ടും കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഏതൊരു സൂപ്പർ കണ്ടക്ടറിനും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ക്രിട്ടിക്കൽ ഫീൽഡ് ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു സൂപ്പർ കണ്ടക്ടർ എടുത്തു, അതിലേക്ക് കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് ചുറ്റും ഒരു ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫീൽഡ് എങ്ങാനും ആ സൂപ്പർ കണ്ടക്ടറിൻ്റെ ക്രിട്ടിക്കൽ ഫീൽഡിനേക്കാൾ കൂടി കഴിഞ്ഞാൽ ഉടനെ അത് നോർമൽ കണ്ടക്ടർ ആവും. ദാറ്റ് മീൻസ് അതിന് റെസിസ്റ്റൻസ് എന്നുള്ള പ്രോപ്പർട്ടി വരും. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് ചൂടാകും. സൂപ്പർ കണ്ടക്ടർ ആയിരിക്കുന്ന സമയത്ത് അത് ചൂടാകത്തില്ല, കാരണം റെസിസ്റ്റൻസ് ഇല്ല. സോ ദി ഫീൽഡ് വിച്ച് destroy the superconducting nature of the material need not be an external field. അത് അതിലേക്ക് കൂടി കറണ്ട് പാസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡും ആവാം. എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഒരു സൂപ്പർ കണ്ടക്ടറിൽ കൂടി കണ്ടമാനം തോന്നിയ പോലെ ഇഷ്ടമാതിരി കറണ്ട് പാസ് ചെയ്യാനൊന്നും പറ്റൂല. അതിലേക്ക് കൂടി പാസ് ചെയ്യാൻ പറ്റുന്ന കറണ്ടിനൊരു ലിമിറ്റുണ്ട്. ആ കറണ്ട് ഒരിക്കലും, ആ ഒഴുകുന്ന കറണ്ട് ഒരിക്കലും അതിൻ്റെ ക്രിട്ടിക്കൽ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. സോ ക്രിട്ടിക്കൽ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാത്ത രീതിയിൽ അതിലേക്ക് കൂടി ഒഴുകാൻ പറ്റുന്ന കറണ്ടിൻ്റെ മാക്സിമം വാല്യൂ ആണ് ക്രിട്ടിക്കൽ കറണ്ട്, വിച്ച് ഈസ് IC. അതായത് അതിലേക്ക് കൂടി ഒഴുകാൻ പറ്റുന്ന കറണ്ടിന് ഒരു ലിമിറ്റുണ്ട്. ആ കറണ്ട് ഉണ്ടാക്കുന്ന ഫീൽഡ് ഒരിക്കലും അതിൻ്റെ ക്രിട്ടിക്കൽ ഫീൽഡിനേക്കാൾ കൂടാൻ പാടില്ല. സോ ക്രിട്ടിക്കൽ ഫീൽഡിനേക്കാൾ കൂടിയ ഫീൽഡ് ഉണ്ടാക്കാത്ത രീതിയിൽ അതിലേക്ക് കൂടി ഒഴുകാൻ പറ്റുന്ന കറണ്ടിൻ്റെ ക്രിട്ടിക്കൽ വാല്യൂ, അതിന് പറഞ്ഞ പേരാണ് ക്രിട്ടിക്കൽ കറണ്ട്. Critical current of a superconductor is given by IC. IC is equal to 2 pi RHC, where R is the radius of a superconducting wire, cross-sectional radius of a superconducting wire. HC is its critical field.